ലൈഫ് ഓഫ് us. എല്ലാവർക്കും സുഖമാണോ? എനിക്കറിയാം നാട്ടില് മഴയും ഒക്കെ ആയിട്ട് എല്ലാവരും വിഷമിച്ചിരിക്കുകയായിരിക്കും. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഒത്തിരി ദിവസമായി നമ്മൾ കണ്ടിട്ടുമില്ലേ. ഞാനും ഉഷാനി ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും, അതായത് എൻ്റെ ഹസ്ബൻഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മിഡിൽ ഈസ്റ്റേൺ അറബിക് മന്തിയാണ് ഞങ്ങൾ ഇന്നിവിടെ ചെയ്തത്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് പ്രഷർ കുക്കറിൽ എങ്ങനെ ചെയ്യാം. ഇവിടെ നമുക്ക് കുഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ അത് പ്രഷർ കുക്കറിൽ ചെയ്തു എന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ മന്തി കാണിച്ചാലോ? ഇതാണ് നമ്മുടെ പ്രഷർ കുക്കർ മന്തി. അപ്പൊ നമുക്ക് ഈ അടിപൊളി പ്രഷർ കുക്കർ മന്തി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ? അപ്പൊ ആദ്യം നമുക്ക് ഇതിനു വേണ്ടിയുള്ള മന്തി മസാല ഉണ്ടാക്കണം അല്ലെ? അപ്പൊ ഷാനി, Okay, let's do it. Okay, done. 3 tablespoon coriander seeds, 2 tablespoon cumin seeds, 2 tablespoon peppercorns, 1 teaspoon cloves, 1 tablespoon cardamom, 1 tablespoon cinnamon, 1 tablespoon turmeric powder. ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ സീഡ്സ്, 2 ടേബിൾ സ്പൂൺ ക്യുമിൻ സീഡ്സ്, 2 ടേബിൾ സ്പൂൺ പെപ്പർകോൺസ് അതായത് കുരുമുളക്, 1 ടീസ്പൂൺ ഗ്രാമ്പൂ ക്ലോവ്സ്, 1 ടേബിൾ സ്പൂൺ കാർഡമം ഏലക്ക, 1 ടേബിൾ സ്പൂൺ സിനമൺ സ്റ്റിക്ക് അതായത് കറുവാപ്പട്ട. ഇതെല്ലാം കൂടി ഒന്ന് അതിൻ്റെ റോസ് സ്മെൽ മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് സോട്ട് ചെയ്യാൻ. അതൊന്ന് സോട്ടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ടർമറിക് പൗഡറും കൂടി ആഡ് ചെയ്ത് അതും കൂടി ഒന്ന് സോട്ട് ചെയ്യുക. അത് കുറച്ച് സെക്കൻഡ്സ് മാത്രം നമുക്ക് സോട്ട് ചെയ്താൽ മതി. അതൊന്ന് ചൂടായി കിട്ടണം, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ചൂടാറിയ ശേഷം നമ്മളൊരു ബ്ലെൻഡറിലിട്ട് ഈ സ്പൈസസ് എല്ലാം കൂടി നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഈ മന്തി നമ്മൾ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റൗവിൽ ആദ്യം പ്രഷർ കുക്കർ വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ആകാം. അത് കഴിഞ്ഞിട്ട് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു മീഡിയം സൈസ് ഒണിയൻ കട്ട് ചെയ്ത് അതിലേക്ക് ചേർക്കുക. അതിനെ എന്നിട്ട് ഒന്ന് വഴറ്റുക. പെട്ടെന്ന് വഴലാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ബിരിയാണിക്കൊക്കെ വഴറ്റുന്ന പോലെ ഉള്ളി നല്ലോണം വഴറ്റുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് സ്പൈസസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഹോൾ സ്പൈസസ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 1/2 ടീസ്പൂൺ കൊറിയാൻഡർ സീഡ്സ്, 1/2 ടീസ്പൂൺ പെപ്പർകോൺസ്, ഒരു 6 ഗ്രാമ്പൂ, 6 കാർഡമം, ഒരു 3 സിനമൺ സ്റ്റിക്ക് ചെറിയ കറുവാപ്പട്ട. ഇതെല്ലാം കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നു. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഹോൾ സ്പൈസസ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കാരണം നമ്മൾ ചിക്കനിൽ വേറെ മാരിനേഷനൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് പിടിക്കണമെങ്കിൽ ഈ സ്പൈസസ് ആണ് അതിന് ഫ്ലേവർ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹോൾ സ്പൈസസ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും ഈ എണ്ണയിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് ചൂടായിക്കോളും. ഇവിടെ ഞാൻ ഒരു മെറിലാൻഡ് പീസാണ് എടുത്തിരിക്കുന്നത്. അതാണ് മന്തിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള പീസും. നമ്മളിവിടെ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അത് ഓരോ മെറിലാൻഡ് പീസും നമ്മളിങ്ങനെ ഉള്ളി സ്പൈസസ് ഇട്ടില്ലേ അതിൻ്റെ മുകളിൽ വയ്ക്കാം. സ്കിന്ന് വേണമെന്നുള്ളവർക്ക് സ്കിന്ന് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ആർക്കും സ്കിന്ന് അധികം താല്പര്യമില്ല, അതുകൊണ്ട് സ്കിൻ എടുക്കുന്നില്ല. അത് ഓരോന്നായിട്ട് ആ ഉള്ളിയുടെയും സ്പൈസസിൻ്റെയും മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ മസാല ഒന്ന് എല്ലാ ചിക്കനിലും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആവുന്ന രീതിയിൽ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ചൂടുവെള്ളം ചിക്കനിൽ ഒഴിക്കുമ്പം ചിക്കൻ പെട്ടെന്ന് വേവുകയും ചെയ്യും. അപ്പം ഞാൻ ഈ കപ്പിലാണ് മെഷർ ചെയ്തിരിക്കുന്നത്. ഇതേ കപ്പിൽ തന്നെയാണ് ഞാൻ റൈസും മെഷർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വാട്ടർ മെഷർ ചെയ്യാൻ ഇത് തന്നെ എടുത്തത്. ഒരു 6 കപ്പ് എടുത്തിട്ടുണ്ട് വെള്ളം. അത് ഈ ചിക്കനിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
ചിക്കൻ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന വരെയുള്ള വെള്ളം, അതാണ് ചിക്കൻ വേവാനുള്ള വെള്ളം. എന്നിട്ട് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതായത് ചിക്കനിൽ ഉപ്പ് പിടിക്കാൻ ഇതാണ് സമയം. അപ്പം ഇതിന് ചിക്കനിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെപ്പർ, പിന്നെ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1.5 ടീസ്പൂൺ മന്തി മസാല. ഇത് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ എല്ലാ മസാലയും ഒന്ന് ഇതെല്ലാ ചിക്കനിലും ഒന്ന് ആകുന്നത് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിലാകുമ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ നല്ലോണം വെന്ത് കിട്ടും. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തത് നമുക്ക് റൈസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണേ നോക്കാം. ആദ്യം ഒരു സോസ് പാൻ സ്റ്റൗവിൽ വയ്ക്കുക. അതിലേക്ക് ഇത് പറഞ്ഞ പോലെ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. ഞാനിവിടെ ഒരു 2 ചിക്കൻ ക്യൂബ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കൻ ക്യൂബ്സ് ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റൈസിന് ഒരു ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിവിടെ ഓയിലിലാണ് ആദ്യം ചിക്കൻ ക്യൂബ്സ് ഇടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇടാം, അല്ലെങ്കിൽ ഈ എന്താണ് ചോറ് വേവുന്ന സമയത്ത്, അതായത് ആ വെള്ളം ബോയിൽ ചെയ്യുന്ന ടൈമിൽ വേണമെങ്കിലും ചിക്കൻ ക്യൂബ്സ് ഇടാം. അപ്പം ഞാൻ ആദ്യം ഇവിടെ എണ്ണയിൽ ആദ്യം ഇട്ട് കൊടുത്തു. ചിക്കൻ ക്യൂബ്സ് ആകുമ്പോൾ പെട്ടെന്ന് അതങ്ങ് ഡിസോൾവ് ആയി പൊയ്ക്കോളും. പിന്നെ 2 ഗ്രീൻ ചില്ലി, പിന്നെ 1 ടീസ്പൂൺ പെപ്പർ കോൺസ്. ഇത് ഇത്രയാണ് ആ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റുന്നത്. ഇതെല്ലാം ആ അരിക്കൊരു റൈസിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് റൈസ് ചേർക്കാം. ഞാനിവിടെ 3 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്, ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സെല്ല റൈസ് ആണെങ്കിൽ സെല്ല റൈസ് ഇട്ട് ചെയ്യാം. സെല്ല റൈസ് എന്ന് പറയുന്നത് പാർട്ട് ബോയിൽഡ് റൈസാണ്. ഇപ്പോൾ ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു 20 മിനിറ്റ്സ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സെല്ല റൈസ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം വെക്കേണ്ടി വരും, ഒരു 30 മിനിറ്റ്സ് കൂടുതൽ വെക്കേണ്ടി വരും. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യുക. നമ്മൾ ബിരിയാണിക്കൊക്കെ എല്ലാവരും ഇങ്ങനെ ചെയ്യുമല്ലോ, നെയ്യിലിട്ട് ഫ്രൈ ചെയ്യുന്ന പോലെ ഇതിപ്പോൾ എണ്ണയിലിട്ട് നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്യുന്നു. ഇത് എങ്ങനെയാണ് ഇത് ഫ്രൈ ആയി നമ്മൾ അറിയുന്നതെന്ന് വെച്ചാൽ ഈ റൈസിൻ്റെ ഒരു ക്രാക്ലിംഗ് സൗണ്ട് വരും. അത് മാത്രമല്ല, നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ റൈസ് ഇങ്ങനെ പൊടിഞ്ഞു പോകും. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് 6 കപ്പ് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം ഈ റൈസിലേക്ക് തന്നെ നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിന് ഇപ്പാണ് നമ്മൾ റൈസിന് ഉപ്പിടേണ്ടത്. അപ്പം ഉപ്പ് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി റൈസിന് ചേർക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒരു ഹാഫ് ലൈം, കാരണം ഇത് കുഴഞ്ഞു പോകാതിരിക്കാനാട്ടോ റൈസ്. മന്തിക്ക് അങ്ങനെ കുഴയില്ലല്ലോ, അപ്പോൾ കുഴഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹാഫ് ലൈം നമ്മൾ സ്ക്വീസ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ബിരിയാണിക്ക് ഇത് തന്നെ ചെയ്യാറുണ്ട്. സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുകയാണ്, അതായത് വറ്റുന്നത് വരെ. ഇനി അടുത്തൊരു പാൻ എടുത്തിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് ടോസ്റ്റ് ചെയ്യുകയാണ്. ഫ്രൈ ചെയ്യുകയല്ല, ടോസ്റ്റ് ചെയ്തെടുക്കുവാണ്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചിക്കൻ ഇട്ടു. എന്നിട്ട് ചിക്കൻ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്യുക. ഇപ്പം ഈ സ്റ്റെപ്പ് ടോസ്റ്റ് ചെയ്യേണ്ടെന്നുള്ളവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളിവിടെ കുറച്ച് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് എഡിബിൾ ഫുഡ് കളറാണ്, റെഡ് കളർ. ഇപ്പോൾ കളറും ആഡ് ചെയ്യേണ്ടെന്നുള്ളവർക്ക് കളറും ആഡ് ചെയ്യേണ്ട. ഇതിങ്ങനെ തന്നെ നിങ്ങൾക്ക് ഈ റൈസിൻ്റെ മുകളിലേക്ക് വെക്കാവുന്നതാണ്. അപ്പം കളർ ആഡ് ചെയ്തു. പിന്നെ ഞാൻ സാഫ്രൺ മിൽക്കും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സാഫ്രൺ മിൽക്കും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ചിക്കനിന് ഒരു നല്ല സാഫ്രൻ്റെ ഒരു ഫ്ലേവറും വരും, അതുപോലെ തന്നെ ഒരു യെല്ലോയിഷ് ഒരു കളറും കിട്ടും. അതിന് വേണ്ടിയിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ ഓരോ ചിക്കനും അതുപോലെ ചെയ്ത് കൊടുക്കുക. ദേ നമ്മുടെ റൈസ് കണ്ടോ, റൈസ് പാകത്തിന് നമ്മൾ റൈസ് ശരിയായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്, അവിടെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ കറക്റ്റ് വെള്ളമാണ്. അപ്പോൾ അത് 3 കപ്പ് റൈസിന് 6 കപ്പ് വാട്ടർ കറക്റ്റാണ്. അപ്പം അത് റൈസ് കറക്റ്റായി. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ച ചിക്കൻ അത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക മേളിൽ. പതുക്കെ വെക്കണം, കാരണം നമ്മൾ പ്രഷർ കുക്ക് ചെയ്തത് കൊണ്ട് തന്നെ ചിക്കൻ്റെ ബോണൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. അപ്പം അത് എടുക്കുമ്പോൾ സൂക്ഷിക്കുക, അത് പൊടിഞ്ഞു പോവാതിരിക്കാൻ. അങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ അടുത്തത് നമ്മൾ യൂസ് ചെയ്യുന്നത് ചാർക്കോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന്. കാരണം ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ചാർക്കോൾ എടുക്കുക. അതിൽ നല്ലോണം ചൂടാക്കിയിട്ട് ഒരു ബൗളിൽ വെച്ച് ഈ റൈസിൻ്റെയും ചിക്കൻ്റെയും മിഡിലിൽ വെക്കുക. എന്നിട്ട് അപ്പോൾ തന്നെ നമ്മൾ ഓയിൽ അല്ലെങ്കിൽ ഗീ കുറച്ച് അതിലേക്ക് ചാർക്കോളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ അപ്പോഴാണ് അതിൽ സ്മോക്ക് വരിക, എന്നാലേ ആ സ്മോക്കി ഫ്ലേവർ നമ്മുടെ റൈസിനും ചിക്കനും ഒക്കെ വരുള്ളൂ. എന്നിട്ട് അപ്പം തന്നെ അത് അടച്ചു വെക്കുക. ഹോളുള്ള പാത്രമാണെങ്കിൽ അത് നമ്മൾ ഡക്കൂസാണ് ചെയ്യുന്നത്, അതായത് ടൊമാറ്റോ ചട്നി. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 2 tomatoes, then 1 garlic, then 2 green chilli, 1 tablespoon lime. ഇതെല്ലാം കൂടി നമ്മൾ ഗ്രൈൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ടൊമാറ്റോയ്ക്ക് ഇതില്ല, എന്താണ് കളർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്യാമെന്നുള്ളതാണ്. വേണമെങ്കിൽ കൊറിയാൻഡർ ലീഫും കൂടി ആഡ് ചെയ്യാം. നമ്മുടെ ഡക്കൂസും റെഡി. ഇതേ നമ്മുടെ റൈസ് റെഡിയായി. കണ്ടോ, നല്ല മണം വരുന്നുണ്ട് കേട്ടോ, നല്ല സ്മോക്കി ഫ്ലേവറാണ് വരുന്നത്. നമ്മളിനി ഇനി ചാക്കോളെടുത്ത് നമുക്ക് മാറ്റാം. നമ്മുടെ ചിക്കനും റൈസും ഒക്കെ നല്ലോണം ദമ്മായി വന്നിട്ടുണ്ട്. നമ്മൾ അടയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലിഡിൽ ഹോളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ നല്ല റൈസ് റെഡിയായി. അങ്ങനെ നമ്മുടെ പ്രഷർ കുക്കർ മന്തി റെഡി ആയിട്ടുണ്ട്. നോക്കിയേ, ഇത് നമ്മുടെ ഡക്കൂസ്, പിന്നെ നമ്മുടെ ചിക്കൻ, നമ്മുടെ റൈസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ വളരെ ഈസി ആട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന കാര്യം. നോക്കിയേ, കണ്ടോ, നമുക്ക് പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ശരിക്കും നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് ഒക്കെ നമ്മളെ അറിയിക്കണം കമൻസിലൂടെയൊക്കെ. അപ്പോൾ ഉഷാനി ഒന്ന് ടേസ്റ്റ് ചെയ്യാമല്ലോ. ഓക്കെ, ഉഷാനിക്ക് തരട്ടെ അമ്മ. കുറച്ച് നമ്മുടെ ഡക്കൂസും റൈസും ഒക്കെ ഇഷ്ടം. എങ്ങനെയുണ്ട്? കൊള്ളാന്നാട്ടോ പറഞ്ഞേ. ഞാൻ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മള് മറ്റേ സ്മോക്കി ചാക്കോളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെയൊക്കെ നല്ല സ്മോക്കി ഫ്ലേവർ വന്നിട്ട് അതില് അടിപൊളിയാട്ടോ. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അത് പ്രഷർ കുക്കറിൽ ചെയ്യുന്നതായതുകൊണ്ട് വളരെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഇതിനുള്ളൂ. അപ്പം നമ്മൾ ഈ പുറത്തുള്ളവർക്കൊക്കെ ഒത്തിരി ആശ്വാസമായിരിക്കും അല്ലേ, ഈ മന്തി കഴിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ളവർക്കൊക്കെ. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ, മറക്കരുതേ. Please don't forget to press the like button, subscribe and share, and also ring the bell icon. Okay,